വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണ് കേരളക്കരയിൽ, ഇൻ ദ ലാൻഡ് ഓഫ് കേരള എന്ന് പറയുന്നത് അല്ലേ. സോ കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓടി വരാറില്ലേ. അപ്പൊ നമ്മളെ കേരളത്തെ കുറിച്ച് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാ? കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ്? കേരളത്തിന്റെ ഭൂപ്രകൃതിയാട്ടോ പഠിക്കാൻ പോകുന്നത്. റെഡിയല്ലേ? സെറ്റല്ലേ എല്ലാവരും? അപ്പൊ ദാ ഇവിടെ മക്കളെ നോക്കിക്കേ, അറബിക്കടലിൽ നമ്മളെ പടിഞ്ഞാറ് അറബിക്കടലിനോട് ചേർന്ന് മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ തുടങ്ങി കുന്നുകളും തായ്വരകളും കടന്ന് കിഴക്കൻ അതിർത്തിയിൽ എത്തുമ്പോഴേക്കും കുതിച്ചു പാഞ്ഞൊഴുകുന്ന കാട്ടാറുകളും ഉയരം കൂടിയ കൊടുമുടികളുമുള്ള വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ആർക്ക്? നമ്മുടെ കൊച്ചു കേരളത്തിനുള്ള അല്ലെ. അപ്പൊ കേരളത്തിന്റെ ഫിസിയോഗ്രഫി എന്ന് പറയുമ്പോൾ എന്താ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാ അല്ലെ. നമുക്ക് എന്താ? കുന്നുകളും വാലീസും അതേപോലെ തന്നെ ഹിൽസും മൗണ്ടെയിൻസും ഒക്കെ ഇവിടെ ഉണ്ട്, നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഇനി ഇവിടെ മക്കളെ നോക്കിക്കേ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മൂന്നായിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. എന്തൊക്കെയാ മൂന്നായിട്ട് തരംതിരിക്കുന്നത്? മലനാട്, ഇടനാട്, തീരപ്രദേശം, ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോ ലാൻഡ് എന്നിങ്ങനെ മൂന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? മലനാട്, ഇടനാട്, തീരപ്രദേശം, ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോ ലാൻഡ് എന്നിങ്ങനെ മൂന്നായിട്ട് നമ്മൾ എന്തു ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്യുന്നു. ഇവിടെ മക്കളെ നോക്കിക്കേ, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് മലനാടിനെ കുറിച്ചാണ്. മലനാട് എന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശത്തെയാണ് നമ്മൾ മലനാട് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? ഉയരം കൂടിയ മലകളും കുന്നുകളും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കല്ലേ. അതേപോലെ നമ്മൾ ഈ കാണുന്ന 44 നദികളും ഒഴുകി വരുന്നത് എവിടുന്നാ? ഈ മലമുകളിൽ നിന്നൊക്കെയാണല്ലേ. ഇനി ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഭൂപ്രകൃതിയുടെ ഭൂരിഭാഗവും എന്തായിരിക്കും? വനങ്ങളായിരിക്കും കേട്ടോ. ചുറ്റുപാടും എന്താ? കൊടും വനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെയാണ് നമ്മുടെ സഹ്യന്റെ മടിയിൽ വരുന്നത്. എന്താണടാ സഹ്യന്റെ മടിയിൽ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമനിരകളുടെ ഭാഗമാണ് എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ കേരളത്തിന്റെ മലനാട് എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിന്റെ മലനാട് എന്ന് പറയുമ്പോൾ എന്താണ്? തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന ഭാഗമാണ്. ഓക്കേ. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് കടുവ, പുലി, വരയാട്, സിംഹവാലൻ, കുരങ്ങ്, നമ്മുടെ രാജവെമ്പാല, പാമ്പേ അങ്ങനെയുള്ള ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈസിനും ബേർഡ്സിനും ഒക്കെ നമുക്ക് എന്താ ഈ ഒരു ഏരിയയിൽ കാണാൻ സാധിക്കും കേട്ടോ. ഇതൊന്നല്ലാതെ നമ്മുടെ ഈട്ടി, അകിൽ, ചന്ദനം, അതേപോലെ തന്നെ നമ്മുടെ രക്തചന്ദനം, ഇതെല്ലാം എവിടെയുണ്ട്? നമ്മുടെ ഈ ഒരു മലനാടിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഈ ഒരു പ്രദേശത്തിന്റെ മറ്റൊരു പേരെന്താടാ? സഹ്യ പർവ്വത നിര, സഹ്യാദ്രി മൗണ്ടൻ റേഞ്ച് എന്നാണ് ഇതിന്റെ മറ്റൊരു പേരായിട്ട് നമ്മൾ പറയുന്നത്. അങ്ങനെ മലനാട് നമ്മൾ പഠിച്ചല്ലോ. ഇനി നമുക്ക് എങ്ങോട്ട് പോകാം? ഇടനാടിലേക്ക് പോകലേ. മിഡ്ലാൻഡിലേക്ക് നമുക്ക് പോകാം. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് നമ്മുടെ ഇടനാട് അഥവാ എന്താണ് മിഡ്ലാൻഡ് എന്ന് പറയുന്നത് അല്ലെ. ഇനി ഇവിടെ നോക്കിക്കേ മക്കളെ, ഇവിടെ ചെറിയ ചെറിയ കുന്നുകളും തായ്വരങ്ങളും നദീതടങ്ങളും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കാണാൻ സാധിക്കും കേട്ടോ. അതേപോലെ അത്രയും നമുക്ക് എവിടെ പഠിക്കാനുള്ളൂ? മിഡ്ലാൻഡിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഇടനാടിൽ നമുക്ക് പഠിക്കാനുള്ളൂ. തീരപ്രദേശത്തേക്ക് നമ്മൾ വരുമ്പോൾ എത്രയാണ്? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. ഇവിടെ പൊതുവെ എന്തായിരിക്കും? നമ്മളെ മണൽ നിറഞ്ഞ പ്രദേശമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം നമ്മൾ കേരളത്തിന്റെ ഭൂപ്രകൃതി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ കുറച്ചു സമയം എടുത്തിട്ട് നമ്മൾ കേരളത്തിന്റെ ഭൂപ്രകൃതി മൊത്തമായിട്ട് പഠിച്ചില്ലേ? അപ്പം ഇനിയും കൂടുതൽ കാര്യങ്ങൾ എന്റെ മക്കൾക്ക് അറിയണല്ലേ. അപ്പൊ ഇന്ന് രാത്രി മിസ് ലൈവില് വരുന്നുണ്ട് കേട്ടോ, 7 o'clock. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെല്ലാവരും ലൈവില് കൃത്യസമയത്ത് പങ്കെടുക്കുക. നമുക്ക് ഇന്ന് ഈ ഒരു ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ, നമ്മൾ ഇന്നത്തെ കോണ്ടന്റ് വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട്, കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ലവ് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.